ഇന്നത്തെ പത്രം കണ്ടില്ലേ? ബാങ്ക് തുറന്ന് 5 കിലോ സ്വർണവും 1 കോടി രൂപയും കവർന്നിരിക്കണു. എന്താ കോരൻ ചേട്ടാ രാവിലെ തന്നെ പറയുന്നത്? അല്ല, കള്ളന്റെ ശല്യത്തെ കുറിച്ച് പറയായിരുന്നു. ഈ നാട്ടിലെ കള്ളനെ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ പിടിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇവനോ, ഈ നീർക്കോലിയോ? ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാവ് ഗൗരവമായി പഠിച്ച് പരീക്ഷ എഴുതിക്കോ. റിസൾട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ കള്ളനെ പിടിച്ചിരിക്കും. അതെ അതെ, വല്ല എലിയെയും ആയിരിക്കും. നീ വാടാ, നമുക്ക് പോകാം. ഇത്ര നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ. ചതിയന്മാർ, അവർ നമ്മളെ പറ്റിച്ചതായിരിക്കും. അങ്ങനെ പറയാതെ നമുക്ക് കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. അതെ, എല്ലാ സ്ഥലവും നന്നായി നോക്കിക്കോ. കള്ളനെ കണ്ടാൽ ഉടൻ തന്നെ ചാടി വീഴണം. അറ്റാക്ക്. ഓക്കെ? ശരിയാ ശരിയാ. അണ്ണ, അതെന്താണ് അവിടെ നിന്ന് അനങ്ങുന്നത്? എവിടെ? ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. പ്രേതം, പ്രേതം. അയ്യോ, അയ്യോ, പ്രേതം. വേഗം വാ. അയ്യോ, ഓടിക്കോ. എന്തായി? ചെന്നൈയിൽ നിന്ന് അണ്ണൻ ഒരുപാട് കള്ളനെ പിടിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും ഓടിയത്. ആ ചാക്കിൽ പൂച്ചയായിരുന്നു. എനിക്കത് ആദ്യമേ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. മാളവും കൂട്ടരും നമ്മൾ അവിടെ കാത്തിരിക്കുകയായിരുന്നില്ലേ? അവരെ കാണാനാ ഞാൻ ഓടിയത്. നീ എന്താ വരാതിരുന്നത്? മണ്ടൻ. മുനിയാണ്ടിയല്ലേ ആ വരുന്നത്? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ കള്ളനെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അതെങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, ശുപ്പാണ്ടി മരത്തിൽ കയറി എല്ലാം വീക്ഷിക്കട്ടെ. നമുക്ക് ഈ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കാം. ആഹാ, അത് ശരിയാവില്ല. എന്നെ ഒഴിവാക്കാനുള്ള പണിയാണല്ലേ. ഞാനും വരും. ഒരു കാര്യം ചെയ്യാം, ഞാനും ശുപ്പാണ്ടിയും ഈ വഴി പോകാം. ശരി. നമുക്കിന്ന് രാത്രി കൃത്യം 12 മണിക്ക് തന്നെ പുഴവക്കത്തെ ബാങ്ക് തുറക്കണം. ഓപ്പറേഷനൊക്കെ വളരെ ശ്രദ്ധയോടെ ആവണം. കള്ളന്റെ ശബ്ദമല്ല കേൾക്കുന്നത്. ഇവിടെ ധീരത കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ശുപ്പാണ്ടി, പെട്ടെന്ന് ഓടിയിളക്കി മാറ്റി അകത്ത് കയറണം. വാ. ഓക്കെ അണ്ണ. അയ്യോ, വീണ്ടും നടുവടിഞ്ഞേ. അയ്യോ. നിങ്ങൾ ഇതുവരെ കേട്ടത് കള്ളൻ എന്ന സിനിമയുടെ ശബ്ദരേഖ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. റേഡിയോ ആയിരുന്നോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് മോശം സമയാന്ന്. കളിപ്പാട്ട